ചാപ്റ്ററിന്റെ പേര് ബണ്ടി എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് മന്നു ഭണ്ഡാരിജിയാണ്. മന്നു ഭണ്ഡാരിജി എന്ന് പറയുന്നത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്തയായ കഥാകൃത്തും നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിന്റെ ആപ്കാ ബണ്ടി എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബണ്ടി. നോവലിൽ പറയുന്നത് അച്ഛനും അമ്മയും വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ ഒരു കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ്, മാനസികമായ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്, ഇതിനെ കുറിച്ചാണ് ഈ നോവലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ के सामने बैठी तैयार हो रही है. അമ്മ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തയ്യാർ ഹോ രഹി ഹെ, റെഡി ആവുകയാണ്. ബണ്ടി പീछे खड़ा चुपचाप देख रहा है. ബണ്ടി പീछे खड़ा പിന്നിൽ നിന്നുകൊണ്ട് ചുപ്ചാപ്പ് മിണ്ടാതെ ദേഖ് രഹാ ഹെ നോക്കി നിൽക്കുകയാണ്. मम्मी जब भी कॉलेज जाने के लिए तैयार होती है, बंटी बड़े कौतूहल से देखता है. അമ്മ എപ്പോഴും കോളേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ബണ്ടി ബഡേ കൗതൂഹൽ സെ ദേഖ്താ ഹെ, കൗതുകത്തോടു കൂടെയാണ് നോക്കുന്നത്. जान तो वो आज तक नहीं पाया, पर उसे हमेशा लगता है कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, छोटी बड़ी डिब्बियों में जरूर कोई जादू है कि मम्मी इन सब को लगाने के बाद एकदम बदल जाती है. जान तो वो आज तक नहीं पाया, ഇന്ന് വരെ അവന് മനസ്സിലായിട്ടില്ല എന്ത്, पर उसे हमेशा लगता है, പക്ഷെ അവന് എപ്പോഴും തോന്നും, कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में, ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിലുള്ള ഈ കളർഫുൾ ആയിട്ടുള്ള ഈ കണ്ണാടികളിൽ, ചോട്ടി ബടി ഡബ്ബിയോ മേ, ചെറിയ വലിയ ബോക്സുകളിൽ, ജറൂർ കോയി ജാദു ഹെ, ഉറപ്പാണ് എന്തുണ്ട്, ജറൂർ കോയി ജാദു ഹെ, എന്തോ മാജിക് ഉണ്ട്. कि മമ്മി ഇൻ സബ്കോ ലഗാനെ കെ ബാദ്, അതെന്തുകൊണ്ടാണ് മമ്മി ഇതൊക്കെ ധരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ മേക്കപ്പ് ഇട്ടതിന് ശേഷം ഏകദം ബദൽ ജാത്തി ഹെ, ഏകദം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് മാറിപ്പോകുന്നു. कम से कम बंटी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और हो गई हो. ബണ്ടിക്ക് എന്തായാലും എങ്ങനെങ്കിലും തോന്നുന്നുണ്ട്, ഉസ്കി മമ്മി അബ് ഉസ്കി നഹി രഹി, അവന്റെ അമ്മ ഇപ്പൊ അവന്റേതല്ല, कोई और हो रही है, അവന്റെ അമ്മയല്ല ഇപ്പൊ വേറെ ആരോ പോലെ ആയിട്ടുണ്ട്. പൂരി തര തയ്യാർ ഹോക്കർ, മുഴുവനായിട്ട് റെഡിയായി തയ്യാറായിട്ട്, ഹാത്ത് മേ പേഴ്സ് ലേക്കർ, കയ്യിൽ പേഴ്സ് എടുത്തിട്ട്, മമ്മി നെ കഹ, അമ്മ പറയാണ്, ദേഖോ ബേട്ടി, മോനെ നോക്ക്, ധൂപ് മേ ബാഹർ നഹി നിക്കൽന, വെയിലത്ത് പുറത്ത് പോകരുത്. ഹാ ഫിർ ഫൂഫി കോ ആദേശ് ദിയ, എന്നിട്ട് അമ്മായിയോട് പറയാണ്, ഫൂഫി എന്ന് വെച്ചാല് അച്ഛന്റെ പെങ്ങളാണ്. ഫൂഫി കോ ആദേശ് ദിയ, ഫൂഫിനോട് എന്താണ് പറയുന്നത്, ബണ്ടി ജോ ഖായേ വോഹി ബനാന, ബണ്ടിക്ക് എന്താണോ വേണ്ടത്, ബണ്ടി എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഏകദം ബണ്ടി കി മർസി ഖാ ഖാന, ബണ്ടിയുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം. സംശി, മനസ്സിലായോ? ചലനെ സെ പെഹ്ലെ മമ്മി നെ ഉസ്കാ ഘാൽ തപ്തപായ, പോകുന്നതിന് മുമ്പ് മമ്മി എന്ത് ചെയ്തു, അവന്റെ ഗാൽ എന്ന് വെച്ചാൽ ചീക്സ് ആണ്. തപ്തപായ, തപ്തപായ എന്ന് പറഞ്ഞാല് സ്നേഹത്തോടെ തലോടുക എന്നാണ് അർത്ഥം. എന്നിട്ട് ബാലോമേ ഉംഗലിയാം ഫസാക്കർ ബഡെ പ്യാർ സെ ബാൽ ചിച്ചോട് ദിയെ, മുടിയുടെ ഇടയിൽ ഉംഗ്ലിയാം ഫസാക്കർ, വിരലുകൾ വെച്ച്, ബഡെ പ്യാർ സെ, ഭയങ്കര സ്നേഹത്തോടെ, ബാൽ ചിച്ചോട് ദിയെ എന്ന് വെച്ചാല് മുടികളിലൂടെ തലോടി എന്നാണ് അർത്ഥം. പക്ഷെ ശരിക്ക് ചിച്ചോടുന്ന എന്ന് പറഞ്ഞാൽ അട്ടിമറിക്കുക, മുടി ഇങ്ങനെ തലോടുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. पर बंटी जैसा बुत बना खड़ा रहा, ബണ്ടി ഇങ്ങനെ ബുദ്ധ് ബന ഖടാ റഹ, അവൻ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്. ബാ പകഡ്കർ ഝുലാ നഹി, അവന്റെ കെട്ടിപ്പിടിച്ചില്ല. കിസി ചീസ് കി ഫർമായിഷ് നഹി കി, അവൻ എന്ത് ചെയ്തില്ല, ഒന്നും വേണമെന്ന് വാശി പിടിച്ചില്ല. ഫർമായിഷ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിനെയാണ് പറയുന്നത്. മമ്മീനെ ഖീഞ്ച് കർ ഉസെ അപ്നെ പാസ് സട്ടാ ലിയ, മമ്മി അവനെ പിടിച്ചുകൊണ്ട് പാസ് സട്ടാ ലിയ, കെട്ടിപ്പിടിച്ചു. पर एकदम चिपक कर भी बंटी को लगा जैसे मम्मी उसे बहुत दूर है. ഇത്ര അടുത്തായിട്ട് പോലും ബണ്ടിക്ക് എന്താണ് തോന്നിയത്, ബണ്ടിയുടെ അമ്മ എത്ര ദൂരത്താണ് എന്ന് തോന്നി. और फिर वे सचमुच ही दूर हो गए, എന്നിട്ട് ശരിക്കും അമ്മ ദൂരത്തേക്ക് പോയി. उनकी चप्पल की खटखट अब बरामदे की सीढ़ियों पर पहुंची तो बंटी कमरे के दरवाजे पर आकर खड़ा.
അവരുടെ ചെരുപ്പിന്റെ ഖട്ഖട് എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ ശബ്ദം. ബറാമദേ കി സീഡിയോം പർ പഹൂഞ്ചി, വരാന്തയിലെ सीढ़ी എന്ന് വെച്ചാൽ സ്റ്റെയർ കേസ് ആണ്. സീഡിയോം പർ പഹൂഞ്ചി തോ ബണ്ടി കമരെ കെ ദർവാസെ പർ, ബണ്ടി എന്ത് ചെയ്തു, റൂമിന്റെ ദർവാസെ പർ, ഡോറിനടുത്ത് നിന്ന് ആക്കർ ഖടാ ഹോ ഗയാ, അവിടെ വന്ന് നിന്നു. और मम्मी जब फाटक खोलकर, मम्मी ഗേറ്റ് തുറന്ന്, സടക് പാർ करके റോഡ് ക്രോസ് ചെയ്ത്, घर के ठीक सामने बने कॉलेज में घुसी, വീടിന് അടുത്ത് തന്നെയുള്ള കോളേജിലേക്ക് നടന്നു. ഖുസി എന്ന് പറഞ്ഞാൽ കയറുക, പ്രവേശിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ബണ്ടി ദോഡ്കർ അപ്നെ ഘർ കെ ഫാട്ടക് പർ ഖടാ ഹോ ഗയാ, അമ്മ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ബണ്ടി ഓടിച്ചെന്ന് വീട്ടിന്റെ ഗേറ്റിന്റെ അവിടെ പോയിട്ട് നിന്നു. സിർഫ് ദൂർ ജാത്തി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, എന്തിനാണ് അവൻ അങ്ങനെ പോയത്, ദൂരത്തേക്ക് നടന്നകലുന്ന അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. वो जानता है मम्मी अब पीछे मुड़कर नहीं देखेगी, അവൻ അറിയാമെന്ത്, അമ്മ ഇനി തിരിഞ്ഞ് നോക്കില്ല. നപ്പേ തുലെ കദം രക്തി ഹുയി, അളന്നു മുറിച്ച ഓരോ കദം എന്ന് വെച്ചാല് കാലടികളാണ്. കദം രക്തി ഹുയി, ഓരോ ഫുഡ് സ്റ്റെപ്സ് വെക്കും തോറും, രക്തി ഹുയി സീതി ചൽത്തി ചലി ജായകി, നേരെ ഇങ്ങനെ നടന്ന് പോകും. जैसे ही अपने कमरे के सामने पहुंचेगी, चपरासी सलाम ठोकता हुआ दौड़ेगा, അമ്മ അമ്മയുടെ കോളേജിന്റെ റൂമിലെത്തും. के सामने पहुंचेगी, റൂമിലെത്തുമ്പോഴേക്കും ചപ്രാസി സലാം ठोकता हुआ आएगा, പ്യൂണ് വന്ന് ഓടി വന്ന് സലാമൊക്കെ കൊടുക്കും. मम्मी अंदर घुसेगी और एक बड़ी सी मेज के पीछे रखी कुर्सी पर बैठ जाएगी, അമ്മ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ച് ഒരു വലിയ മേശയുടെ പുറകിലിട്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കും. മേസ് പർ ഢേർ സാരി ചിട്ടിയാ ഹോങ്കി, മേശയിൽ എന്തുണ്ടാകും, കുറേ അധികം കത്തുകൾ ഉണ്ടാകും. ഫയലേം ഹോങ്കി, കുറെ ഫയലുകളും ഉണ്ടാകും. ഉസ് സമയത്ത് മമ്മി ഏകദം ബദൽ ചുക്കി ഹോഗി, ആ സമയമൊക്കെ ആവുമ്പോഴേക്കും അമ്മ മുഴുവനായിട്ടും മാറിപ്പോയിട്ടുണ്ടാകും. കം സെ കം ബണ്ടി കോ ഉസ് കുർസി പർ ബാഠി മമ്മി കബി അച്ചി ന ലഗി, കം സെ കം എന്ന് വെച്ചാല് ഇത്രയെങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബണ്ടി കോ ഉസ് കുർസി പർ ബാഠി മമ്മി കബി അച്ചി ന ലഗി, ബണ്ടിക്ക് ആ കസേരയിൽ ഇരിക്കുന്ന അമ്മയെ കബി അച്ചി ന ലഗി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. पहले जब भी उसकी छुट्टी होती और मम्मी की नहीं होती, मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी. पहले ആദ്യം ജബ് കബി എപ്പോഴെങ്കിലും ഉസ്കി ചുട്ടി ഹോത്തി, ബണ്ടിക്ക് ലീവ് ആകുന്ന ദിവസം, സ്കൂള് ലീവ് ആകുന്ന ദിവസം, और मम्मी की नहीं होती, അമ്മയ്ക്ക് ലീവ് ഇല്ലാത്ത ദിവസം, മമ്മി ഉസേ भी अपने साथ कॉलेज ले जाया करती थी, അമ്മ ബണ്ടിയെ കൂടെ കോളേജിലേക്ക് മമ്മിയുടെ കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ചപ്രാസി ഉസെ ദേഖ്തേ ഹി ഗോദ് മേ ഉഠാനേ ലഗ്താ, ഇവനെ കാണുമ്പോഴേക്കും ആ പ്യൂണ് വന്നിട്ട് ഇവനെ എടുക്കുമായിരുന്നു. तो वो हाथ झटक देता, അവൻ എന്ത് ചെയ്യും, झटक देता, കൈ ഒഴിവാക്കും എന്നാണ്, അല്ലെങ്കിൽ തട്ടി മാറ്റും. मम्मी के कमरे के कोने में ही उसके लिए एक छोटी सी मेज कुर्सी लगवा दी थी, അമ്മയുടെ റൂമില് ഒരു കോർണറില് उसके लिए ബണ്ടിക്ക് വേണ്ടിയിട്ട് एक छोटी सी मेज कुर्सी, ഒരു ചെറിയ ടേബിൾ ആൻഡ് ചെയർ, ഒരു ചെറിയ മേശയും കസാരയും ലഗ്വാ ദീ ജാത്തി, അവന് വേണ്ടിയിട്ട് അവിടെ ഇടുമായിരുന്നു. ജിസ് പർ ബാഡ് കർ, അതില് ഇരുന്നു കൊണ്ട്, വോ ഡ്രോയിങ് ബനായാ കർത്ത, അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ ചിത്രം വരയ്ക്കുമായിരുന്നു. കമറേ മേ കോയി ഭി ഘുസ്താ തോ ഏക് ബാർ ഹസി ലപേട്ട് കർ ആഖോ ഹി ആഖോ മേ ജറൂർ ഉസെ ദുൽറാ ദേതാ, എന്നുവെച്ചാല് ആ റൂമിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ, तो एक बार ഒരു പ്രാവശ്യം, ഹസി ലപേട്ട് കർ ചിരിച്ചുകൊണ്ട്, ആഖോ ഹി ആഖോ മേ കണ്ണുകൾ കൊണ്ട്, ജറൂർ ഉസെ ദുൽറാ ദേത്ത ഉറപ്പായിട്ടും അവനെ ഒന്ന് സ്നേഹിക്കുമായിരുന്നു, കണ്ണുകൾ കൊണ്ട് ചിരിച്ചുകൊണ്ട്. തബ് വോ മമ്മി കി ഓർ ദേഖ്ത, അപ്പോൾ അവൻ അവന്റെ അമ്മയെ നോക്കും. पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाता है, അങ്ങനെ വെച്ചാല് ഉസ് കുർസി പർ ബൈഠ്കർ, ആ കസേരയിൽ ഇരുന്നാൽ, മമ്മി കാ ചെഹര, അമ്മയുടെ മുഖം, അജീബ് തരഹ് സ്ട്രേഞ്ച് ആയിട്ട്, സഖ്ത് ഹോ ജായാ കർത്താ ഹെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവന് തോന്നും. ലഗ്താ ഹെ, എന്താണ് തോന്നുന്നത്, മാനോ അപ്നെ അസ്ലി ചെഹരെ പർ കോയി ദൂസറാ ചെഹര ലഗാ ലിയാ ഹോ, ബണ്ടിക്ക് എന്താണ് തോന്നുന്നത്, മാനോ
assume that अपने असली चेहरे पर തന്റെ സ്വന്തം മുഖത്തിനു മേലെ कोई दूसरा चेहरा लगा लिया हो. സ്വന്തം മുഖത്തിനു മേലെ മറ്റൊരു മുഖം ഒട്ടിച്ചു വെച്ച പോലെയാണ് ബണ്ടിക്ക് തോന്നുന്നത്. മമ്മി के पास जरूर एक और चेहरा है. ബണ്ടി പറയാണ്, മമ്മിയുടെ അടുത്ത് ജറൂർ എന്തായാലും ഒരു മുഖം കൂടെ ഉണ്ട്. ചെഹ്റാ ഹി നഹി, മുഖം മാത്രമല്ല, ആവാസ് ഭി കൈസെ സഖ്ത് ഹോ ജാതി ഹൈ, മുഖം മാത്രമല്ല ശബ്ദം പോലും എങ്ങനെയാണ് ഇത്ര സഖ്ത് ഹോ ജാതി ഹൈ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തോന്നുന്നത്. ബോൽത്തി ഹൈ തോ ലഗ്താ ഹൈ ജൈസെ ഡാട്ട് രഹി ഹോ, സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജൈസെ ഡാട്ട് രഹി ഹോ, ശകാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ബണ്ടി കോ മമ്മി ബഹുത് ഹി കം ഡാട്തി ഹൈ, ബണ്ടിയെ അമ്മ വളരെ കുറച്ചേ ശകാരിക്കുമായിരുന്നുള്ളൂ. ബസ് പ്യാർ കർത്തി ഹൈ, എന്താണ് ചെയ്യുന്നത്? ബസ് പ്യാർ കർത്തി ഹൈ, സ്നേഹിക്കുക മാത്രമാണ്. इसलिए यूं सख्त चेहरा डांटती प्रिंसिपल की कुर्सी पर बैठी मम्मी उसे कभी अच्छी नहीं लगती. അതുകൊണ്ട് ഇങ്ങനെ സഖ്ത് ചെഹ്റ ഡാട്തി, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള മുഖമുള്ള ശകാരിക്കുന്ന പ്രിൻസിപ്പലിന്റെ കസേരയിലിരിക്കുന്ന അമ്മയെ അവന് തീരെ ഇഷ്ടമല്ല. ഉസെ കഭി അച്ചി നഹി ലഗ്തി. വഹാ ഉസ്കെ और मम्मी के बीच में बहुत सारी चीजें आ जाती है. അവിടെ അവനും അവന്റെ മമ്മിയുടെയും ഇടയിൽ ബഹുത് സാരി ചീസെ ആ ജാതി ഹെ, വളരെ അധികം കാര്യങ്ങൾ വരാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? മമ്മി ക നക്ലി ചെഹ്റ, അമ്മയുടെ നക്ലി ചെഹ്റ എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഫേസ് എന്നാണ് വേർഡ് മീനിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് മറ്റൊരു മുഖമുണ്ട് എന്ന് കുട്ടി പറയുന്നതാണ്. കോളേജ് കി ബഡി സി ബിൽഡിംഗ്, കോളേജ് വരുന്നു, പിന്നെ കോളേജിന്റെ ബഡി സി ബിൽഡിംഗ്, വലിയ ബിൽഡിംഗ്. കോളേജ് കി ഢേർ സാരി ലഡ്കിയാം, കോളേജിലെ കുറേ അധികം പെൺകുട്ടികൾ. ലഡ്കിയാം എന്ന് പറയുന്നത് പെൺകുട്ടികൾ. കോളേജ് കെ ഢേർ സാരെ കാം, കോളേജിലെ കുറേ അധികം ജോലികൾ. തോടി തോടി ദേർ മേ ബജ്നെ വാലെ ഘണ്ടെ, സമയാസമയങ്ങളിൽ ഇടവിട്ടുകൊണ്ട് ബജ്നെ വാലെ ഘണ്ടെ, മുട്ടുന്ന ബെല്ലുകൾ. ഘണ്ട ബജ്നെ പർ ഹോനെ വാലി ഹൽചൽ, ഓരോ ബെല്ലടിക്കുമ്പോഴും ഉണ്ടാകുന്ന ഹൽചൽ, ബഹളങ്ങൾ. ഇൻ സബ് കെ ഏക് സിരെ പർ വോ രഹതാ ഹൈ ചുപ്ചാപ്പ്, ഇതിനെല്ലാം ഇടയിൽ ഒരു കോർണറിൽ ഏക് സിരെ പർ, ഒരറ്റത്ത് ചുപ്ചാപ്പ് മിണ്ടാതെ, സെഹ്മാസ और दूसरे पर മമ്മി रहती है. किसी को आदेश देती हुई, ഒരു അറ്റത്ത് ഇവന് ബണ്ടി മിണ്ടാതെ ചുപ്ചാപ്പ് बैठती है और दूसरे पर മമ്മി रहती है, മറ്റേ അറ്റത്ത് അമ്മയും ഉണ്ടാകും. എങ്ങനെ? किसी को आदेश देती हुई, ആർക്കെങ്കിലും ചിലരോട് ആദേശ് ദേത്തി ഹോയി, ആജ്ഞാപിച്ചുകൊണ്ട്, ഓർഡർ കൊടുത്തുകൊണ്ട്. കിസി കെ സാത്ത് സലാഹ് മഷ്വറ കർത്തി ഹുയി, കിസി കെ സാത്ത് മറ്റൊരാളുടെ കൂടെ സലാഹ് മഷ്വറ കർത്തി ഹുയി, സലാഹ് മഷ്വറ എന്ന് വെച്ചാല് ഉപദേശിച്ചുകൊണ്ട്. കിസി കോ ഡാട്തി ഹുയി, മറ്റൊരാളെ ശകാരിച്ചുകൊണ്ട്. और इसलिए उसने कॉलेज जाना छोड़ दिया, അതുകൊണ്ട് ഇതൊക്കെ ആയത് കാരണം ബണ്ടി കോളേജിൽ പോകുന്നത് നിർത്തി, അമ്മയുടെ കൂടെ കോളേജിൽ പോകുന്നത് छोड़ दिया, അത് വേണ്ടെന്ന് വെച്ചു. घर में चाहे वो अकेला रहे, വീട്ടിൽ चाहे वो अकेला रहे, അവൻ ഒറ്റയ്ക്കാണ് എന്നാലും पर वहाँ नहीं जाता, അവിടെ അവൻ പോകുമായിരുന്നില്ല. वहाँ किसके पास जाए, അവിടെ ആരുടെ കൂടെയാണ് പോകേണ്ടത്? മമ്മി तो वहाँ रहती नहीं, അമ്മ അവിടെ ഇല്ല. രഹത്തി ഹെ ബസ് एक പ്രിൻസിപ്പൽ, അമ്മ അവിടെ ഇല്ല, പിന്നെ ആരാണുള്ളത്? ഒരു പ്രിൻസിപ്പൽ ആണുള്ളത്. ജിൻകി ചാരോ മോർ ബഹുത് സാരെ കാം, ആ പ്രിൻസിപ്പലിന്റെ ചാരോ മോർ, നാല് ഭാഗത്തും ബഹുത് സാരെ കാം, കുറെ അധികം ജോലികളും, ബഹുത് സാരെ ലോഗ് രഹത്തെ, കുറെ അധികം ആളുകളും ഉണ്ടാകും. നെഹി രഹത്ത തോ കേവൽ ബണ്ടി, അവിടെ ആരാണില്ലാത്തത്? ബണ്ടി മാത്രമാണ് ഇല്ലാത്തത്.